എല്ലാവർക്കും നമസ്കാരം. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷന്റെ ജനറൽ റിസർവ് എഞ്ചിനീയറിംഗ് ഫോഴ്സിലേക്കുള്ള ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ റിലീസ് ആയിരിക്കുകയാണ്. മിനിസ്ട്രി ഡിഫൻസിൽ ഒരു ജോലി നോക്കുന്നവർക്ക് നല്ലൊരു അവസരമാണ്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. 16 നവംബർ 2024 മുതൽ 30 ഡിസംബർ 2024 വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് നോട്ടിഫിക്കേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ഡ്രോട്സ്മാൻ 16 വേക്കൻസി, സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ 2 വേക്കൻസി, ടെർണർ 10 വേക്കൻസി, മെഷീനിസ്റ്റ് 1 വേക്കൻസി, ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഓർഡിനറി ഗ്രേഡ് 417 വേക്കൻസി, ഡ്രൈവർ റോഡ് റോളർ 2 വേക്കൻസി, ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറി 18 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 466 വേക്കൻസിയിലേക്കാണ് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി 30 ഡിസംബർ 2024 നമുക്ക് ഓരോ പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ തുടങ്ങിയ ഡീറ്റെയിൽസ് നോക്കാം. ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് 33ാമത്തെ പേജിലാണ് നോട്ടിഫിക്കേഷന്റെ. ഒന്നാമത്തെ പോസ്റ്റ് ഡ്രാഫ്റ്റ്സ്മാൻ ആണ്. 10ാം ക്ലാസ് സയൻസ് പഠിച്ചിരിക്കുക. കൂടാതെ ഒന്നെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻഷിപ്പിന് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക്, സിവിലിൽ ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷൻ ഡിഗ്രി പ്ലസ് NCC B സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ എക്സർവിസ്മെന്റിന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ടെർണർ ആണ്. ടെർണർ സർട്ടിഫിക്കറ്റ് ITI ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത മെഷീനിസ്റ്റ് ആണ്. 10ാം ക്ലാസ്സും ITI സർട്ടിഫിക്കറ്റും അല്ലെങ്കിൽ ടെർണർ അല്ലെങ്കിൽ മെഷീനിസ്റ്റിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അടുത്ത ഡ്രൈവർ മെക്കാനിക്കൽ ട്രാൻസ്പോർട്ട് ഓർഡിനറി ഗ്രേഡ് ആണ്. 10ാം ക്ലാസ്സും ഹെവി ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്ക് അപേക്ഷിക്കാം. ഡ്രൈവർ റോളർ ആണ് അടുത്തത്. 10ാം ക്ലാസ്സും അതുപോലെ ഡ്രൈവിംഗ് ലൈസൻസും ഉള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുന്നത്. ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറി 10ാം ക്ലാസ്സും ഹെവി മോട്ടോർ വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് ഉള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. സോ ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് നോക്കാം. ഏജ് ലിമിറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിരിക്കുന്നത് നോട്ടിഫിക്കേഷന്റെ 17ാമത്തെ പേജിലാണ്. ഡ്രോട്സ്മാൻ 18 മുതൽ 27 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ്. ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. സൂപ്പർവൈസർ അഡ്മിനിസ്ട്രേഷനും 27 വയസ്സ് വരെ, ടെർണർ 25 വയസ്സ് വരെയാണ്, മെഷീനിസ്റ്റും 27 വയസ്സ് വരെ, ഡ്രൈവർ 27 വയസ്സ് വരെ, ഡ്രൈവർ റോളർ 27 വയസ്സ് വരെ, ഓപ്പറേറ്റർ എക്സ്കവേറ്റിംഗ് മെഷീനറിയും 27 വയസ്സ് വരെയാണ്. ഇതിൽ നിന്നും ഏജിന് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. SC/ST കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ വയസ്സുള്ളവും OBCക്ക് 3 വർഷത്തെ വയസ്സുള്ളവും ലഭിക്കുന്നതാണ്. ഈ റിക്രൂട്ട്മെന്റിലേക്ക് അപേക്ഷ അയക്കുന്നത് ഓഫ്ലൈൻ ആയിട്ടാണ്. ഒരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. ആപ്ലിക്കേഷൻ ഫോം നോട്ടിഫിക്കേഷൻ 6ാമത്തെ പേജിലാണ് കൊടുത്തിരിക്കുന്നത്. ഇതാണ് ആപ്ലിക്കേഷൻ ഫോം. ഇത് ഫില്ലപ്പ് ചെയ്താണ് അപേക്ഷ അയക്കേണ്ടത്. സോ നോട്ടിഫിക്കേഷനിൽ അപേക്ഷ അയക്കുമ്പോൾ ആവശ്യമായ ഡോക്യുമെന്റ്സിന്റെ കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫിസിക്കൽ ടെസ്റ്റിന്റെ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. ഫിസിക്കൽ ടെസ്റ്റിന്റെ ഡീറ്റെയിൽസ് നോക്കാം. ഫിസിക്കൽ ടെസ്റ്റ് പറഞ്ഞിരിക്കുന്നത് 1 മൈൽ റൺ 1.6 കിലോമീറ്റർ റൺ ആണ്. പാസിംഗ് ആണ് പറഞ്ഞിരിക്കുന്നത്. 10 മിനിറ്റ് ആണ് മാക്സിമം ടൈം ഉണ്ടായിരിക്കുന്നത്. സോ അപേക്ഷ അയക്കാൻ ആഗ്രഹിക്കുന്നത് തീർച്ചയായും അപേക്ഷ അയക്കുക. നോട്ടിഫിക്കേഷനും ആപ്ലിക്കേഷൻ ഫോമും ഡൗൺലോഡ് ചെയ്യാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ വീഡിയോ ഉപകാരപ്പെട്ട ലൈക്ക് മറക്കരുത്. അതെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ചെയ്യാം. ആർമി, നേവി, എയർഫോഴ്സ്, സെൻട്രൽ ഗവൺമെന്റ്, കേരള PSC ജോലി നോക്കുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഡെയിലി അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ്. താങ്ക്സ് ഫോർ വീഡിയോ. വന്ദേ മാതരം.